ഹായ് ഗൈസ്, നമ്മൾ രാജേട്ടൻ പറഞ്ഞ പോലെ ചെറിയൊരു പടത്തിന്റെ ചെറിയൊരു ട്രെയിലർ എമ്പുരാൻ L2E ഒരു ബ്രഹ്മാണ്ഡ ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ. എനിക്കൊന്ന് മലയാളത്തിന് ഇത്രയും ലെങ്ത്തുള്ള ട്രെയിലർ ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ കുറെ ദിവസമായി എമ്പുരാന്റെ ഒരു അപ്ഡേറ്റ് കേൾക്കുന്നില്ലേ, ഇറങ്ങൂലേ March 27 എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയിൽ ഇരിക്കുന്നത്. അപ്പോൾ രാത്രി 12 മണിക്ക് ശേഷം ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു. സർപ്രൈസ് ആയി പോയി. പക്ഷെ അർദ്ധരാത്രി ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് വിഷമമായി പോയി. കാരണം കുറെ നാളെ വെയിറ്റ് ചെയ്ത് ത്രില്ലടിച്ച് റിയാക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമായി പോയി. പക്ഷെ രാവിലെ എണീച്ചിട്ട് ട്രെയിലർ കണ്ടപ്പോ ഹൈലി എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കറിയാം നിങ്ങളും എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. അടിപൊളി കണ്ണം കാഴ്ച സാധനം. ടീസർ സാമ്പിൾ സാധനമാണെങ്കിൽ ഇത് ഒരു ബ്രഹ്മാണ്ഡ സാധനമാണ്. നമുക്ക് നേരെ ട്രെയിലർ റിയാക്ട് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. വായോ. ലൈക്ക പ്രൊഡക്ഷൻസ് ഇതിനെ ഇപ്പൊ ഇനി വെക്കുന്നത് എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ. സ്കോർ ചെയ്യുന്ന ഈ ഡയലോഗിലാണ് PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होती. पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. Okay, let's go. 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? Lucifer. ട്രെയിലർ ടീച്ചർ കണ്ടപ്പോ പലർക്കും ഇതൊരു സീക്വൽ ആയതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാധാരണ സീക്വൽ വരുമ്പം ഫസ്റ്റിന്റെ അത്ര നന്നാവാറില്ല. ദൃശ്യമാണ് അതിലൊരു എക്സ്ട്രാ ആയിട്ട് വെക്കുന്ന ഒരു സാധനം. എത്ര സീക്വൽ വന്നാലും തൊട്ട് മുൻപത്തേക്കാളും ഗംഭീര നെക്സ്റ്റ് പാർട്ട്
അത് ദൃശ്യത്തിന് മാത്രം അവകാശപ്പെട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി അത് ലൂസിഫറിന് അവകാശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും എമ്പുരാൻ കിണ്ണം കാച്ചിയ സാധനമാവാനുള്ള സ്കോപ്പ് ഉണ്ട്. ട്രെയിലർ 1 തിങ്കളാഴ്ച ലാലേട്ടനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നാളെ 6 അതായത് ചൊവ്വാഴ്ച 6 മണിക്ക് ഒരു സംഭവം നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ച ഒരു ട്രെയിലറാണ്. ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു, 6 മണിയാവാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോഴാണ് ലാലേട്ടൻ നമ്മളുടെ പ്രതീക്ഷയെല്ലാം കെടുത്തിക്കൊണ്ട് ഐമാക്സിൽ റിലീസ് ചെയ്യുന്നത്. അത് ഭയങ്കര അടിപൊളിയ ഒരു കാര്യം തന്നെയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഐമാക്സ് റേഷ്യോയിലുള്ള സിനിമ ഇറങ്ങുന്നത്. അടിപൊളിയാണ്. പക്ഷെ ട്രെയിലറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഇത്രയും കാത്തിരുന്നെങ്കിലും പല സമയത്ത് നമുക്ക് പ്രതീക്ഷകൾ പോയെങ്കിലും ട്രെയിലർ അതെല്ലാം പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈലി വെയിറ്റിംഗ് ആണ് 27 മാർച്ചിനായിട്ട്. ഇനി 7 ദിവസം കൂടി ഉണ്ടല്ലോ എന്നുള്ളൊരു വിഷമാണുള്ളത്. 7 ദിവസം കാത്തിരിക്കണമല്ലോ നമ്മളുടെ പടം ഒന്ന് കാണാനായിട്ട്. നമ്മൾ പഴയ ഒരു ലാലേട്ടൻ, അതായത് നമ്മൾ 6-ാം തമ്പുരാനിലും നാരസിംഹത്തിലും ഒളിമ്പിൻ അന്തോണി അതിലും കാണുന്ന ഒരു ലാലേട്ടൻ എഫക്ട്, ഒരു സ്വാഗ്, ആ ഒരു എനർജി ഓരൊക്കെ തിരിച്ചുകൊണ്ട പരിചയമുണ്ട് രാജുവേട്ടന്റെ ലൂസിഫറിന്. പൃഥ്വിരാജ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി അല്ല, അതിന് എബവ് ആണ്. ഇപ്പൊ ലൈക്ക പ്രൊഡക്ഷൻസ് പുള്ളിക്കാരൻ ഒരു സിനിമ എടുക്കുമോ രജനീകാന്തിനെ വെച്ചിട്ട് എന്നൊക്കെ ചോദിച്ചതായിട്ട് ഇതിന്റെ ഓഡിയോ ലോഞ്ചിൽ പറയുന്നത് കേട്ടു. പക്ഷെ എന്തുകൊണ്ടോ ലൈക്ക പ്രൊഡക്ഷൻസ് കുറെ പേര് പറഞ്ഞത് കടബാധ്യത ഉള്ളതുകൊണ്ടാണ്. കാരണം മുന്നേ ഇറങ്ങിയ ഇന്ത്യൻ 2 ഗെയിം ചേഞ്ചർ ഒക്കെ ലൈക്ക പ്രൊഡക്ഷൻസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ പൊട്ടി. അതുകൊണ്ട് നല്ലൊരു കടബാധ്യതയിലാണ്. അതുകൊണ്ടാണ് ലൈക്ക പിൻവാങ്ങിയത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എമ്പുരാനിലെ സിനിമ കൊള്ളില്ല എന്നുള്ള അഭിപ്രായം വന്നു. ലൂസിഫറിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് ലൈക്ക പിൻവാങ്ങിയത്. എത്ര അഭ്യൂഹങ്ങളാണ് സിനിമക്കെതിരെ വന്നത്. അത് സിനിമയുടെ ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു സക്സസിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായി പോയി. പക്ഷെ അപ്പൊ നമ്മള് ഗോപാൽജി എത്തി. ഗോപാലം വന്ന് താങ്ങി. ഗോപാൽജി സല്യൂട്ട്. കേരളത്തിൽ തന്നെ നമുക്ക് ഇത്രയും ഒരു ബഡ്ജറ്റില്ല. അതായത് 400 കോടിയോളാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നാണ് പറയപ്പെടുന്നത് എമ്പുരാന്റെ. അപ്പൊ അത്രയും ബഡ്ജറ്റ് ഇടാൻ കേരളത്തിന് പറ്റും. അത് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷനിൽ ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ സിനിമാസും കൂടിയിട്ടാണ്. പക്ഷെ ഗോപാൽജി കറക്റ്റ് ടൈം ഓൺ ടൈമിൽ എത്തിയത് സപ്പോർട്ട് ചെയ്തു. കിടു വന്ന് തന്നെ എനിക്കത് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഗ്രേറ്റ്. ഒരു ഓൾറെഡി ട്രെയിലർ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്നേ പറയുന്നുണ്ടായിരുന്നു 3 മിനിറ്റ് 51 സെക്കൻഡോളം നീളമുള്ള ട്രെയിലർ ലീക്കായെന്ന് അറിഞ്ഞപ്പോഴും അവർ ഇമീഡിയറ്റ്ലി ട്രെയിലർ ഇട്ട പോലെ ഉണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ടൈറ്റിൽ കട്ട് ചെയ്തിട്ടില്ല, സുഭാസ്കറിന്റെ ടൈറ്റിൽ കട്ട് ചെയ്തിട്ടില്ല. സോ മൈറ്റ് ബി അങ്ങനെ ആവാം. 30 കോടി ബഡ്ജറ്റിലെടുത്ത് 125 കോടി കളക്ട് ചെയ്ത ലൂസിഫറിന്റെ സീക്വൽ. പൃഥ്വിരാജ് 3rd ഡയറക്ഷണൽ പടം. അതുപോലെ തന്നെ ലാലേട്ടന്റെ എനർജി, ആ ഒരു പവർ നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, എല്ലാം കൊണ്ടും എമ്പുരാൻ ഹൈ ആണ്. ഈ ട്രെയിലർ അത് ഒരു പടി കൂട്ടിയിട്ടേ ഉള്ളൂ. ലൂസിഫറില് തിരക്കഥ എല്ലാം ഗംഭീരാണ്. പക്ഷെ അതിലുപരി ഡയലോഗുകളാണ് മുരളി ഗോപിയുടെ എനിക്ക് പെക്യുലർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് ഭയങ്കര വൈറലായ ഒരുപാട് ഡയലോഗ് അടികൾ ഉണ്ട് അതില്. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയിലും ഈ ട്രെയിലറിലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അത് മുരളി ഗോപിയുടെ ഒരു പെക്യുലർ സംഭവമാണ്. മാസ് നല്ല കിക്ക് ആയിരുന്നു ഡയലോഗ് തരുക. അപ്പൊ അത് ഇതിലുണ്ട്. പൃഥ്വിരാജിന്റെ കിടിലൻ ഡയറക്ഷനിൽ ലാലേട്ടന്റെ പവർ പാക്ക് പെർഫോമൻസ് കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ദീപക് ദേവ് പൊളി മ്യൂസിക് ആയിട്ടുണ്ട്. എമ്പുരാനെ എന്നുള്ള പാട്ടൊക്കെ ഭയങ്കര ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അതും ആ ഷോട്ടും സുജിത് വാസുദേവ് ആ സിനിമാറ്റോഗ്രാഫി, ആ ഒരു ഫീല് വല്ലാത്തൊരു എനർജി, വല്ലാത്തൊരു എന്താ പറയാ, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഒരു പവറാണ് നമുക്ക് തരുന്നത്. ഈ എമ്പുരാൻ എന്നുള്ള സിനിമയിലൂടെ നമ്മുടെ മലയാള സിനിമ ഒന്നും കൂടി ഒന്ന് പാൻ ഇന്ത്യനായിട്ട് ഒന്ന് ഹൈ ആവട്ടെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഹൈലി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ രാജുവേട്ടൻ ആദ്യം ട്രെയിലർ കാണിച്ചത് നമ്മുടെ തലൈവർ രജനീകാന്തിനാണ്. രജനീകാന്ത് കണ്ടിട്ട് കിണ്ണം കാച്ചി ആയെന്ന് പറഞ്ഞു എന്നൊക്കെ രാജുവേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടോ? നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? ടീസറിനെ കാട്ടി പൊളിച്ചില്ലേ ട്രെയിലർ? ഇത് ലൂസിഫറിന് മുകളിലാവില്ലേ? ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ കട്ട വെയിറ്റിംഗ് ആവുന്ന പോയാൽ ഇത് എത്തിക്കൂലേ ഈ സിനിമ? എനിക്ക് എന്തായാലും ട്രെയിലർ കണ്ടപ്പോ തന്നെ ഇതിന് 3rd പാർട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള വലിയ അഭിപ്രായം? അതുപോലെ തന്നെ രാജുവേട്ടൻ എങ്ങനെയുണ്ട്, ലാലേട്ടൻ എങ്ങനെയുണ്ട്, സിനിമ എങ്ങനെ ഉണ്ടാവും എല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോരട്ടെ, നിങ്ങളുടെ കമന്റുകൾ പോരട്ടെ. ആരൊക്കെയാണ് ലാലേട്ടൻ ഫാൻസ് താഴെ കമന്റ് ചെയ്യൂ. ലൂസിഫറിന് ഇഷ്ടപ്പെടുന്നത് ആരൊക്കെ, എമ്പുരാന് വെയിറ്റിംഗ് ആയിരിക്കുന്ന ആരൊക്കെ, എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷൈൻ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.